എസ്എസ്എൽസിയുടെയും പ്ലസ് ടുവിൻ്റെയും ഒക്കെ റിസൾട്ട് വന്നു. ചിലരൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്തു. ഫുൾ എ പ്ലസുകളൊക്കെ നേടി. ഫുൾ സ്കോർ ചെയ്തവരൊക്കെയുണ്ട്. ചിലർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പറ്റാത്തവര്, ചിലർ പരാജയപ്പെട്ടവരൊക്കെയുണ്ട്. എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാം. ഒരു ഫുൾ എ പ്ലസോ അല്ലെങ്കിൽ ഫുൾ മാർക്ക് നേടിയതോ അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ തോറ്റുപോയതോ മാത്രമല്ല നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ വിജയപരാജയങ്ങൾ അളക്കുന്ന ഒരു അളവ് പോലും. മറിച്ച് നമ്മൾ ഈ സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ഫുൾ മാർക്ക് നേടിയ ആള് ആ ഫുൾ മാർക്ക് വെച്ചിട്ട് എങ്ങനെ അതിനോട് ഭാവിയിലെ പഠനങ്ങളിൽ സമീപിക്കുന്നു എന്നുള്ളത്, അതുപോലെ മാർക്ക് കുറഞ്ഞ ആളുകൾ അതിൽ അവൻ്റെ അവസരങ്ങൾ കണ്ടെത്തുന്നവർ, അതുപോലെ പരാജയപ്പെട്ട ആളുകൾ അതിൽ നിന്ന് തിരിച്ചറിവുണ്ടാവുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തുന്നത്. മാർക്ക് കുറഞ്ഞതോ പരാജയപ്പെട്ടതോ ഒന്നും തന്നെ നമ്മളുടെ ഒരു തരത്തിലുള്ള ഭാവിയിലേക്കുള്ള പ്രയാണങ്ങൾക്കും തടസ്സമാവുന്നില്ല. അവിടെ നമ്മൾ നമ്മളുടെ മേഖലകൾ, നമ്മളെ അഭിരുചി, നമ്മളുടെ ടേസ്റ്റ്, നമ്മളുടെ പ്രിഫറൻസ് ഒക്കെ തിരിച്ചറിയുമ്പോൾ ഒരു പക്ഷേ ഫുൾ എ പ്ലസ് കിട്ടിയവനേക്കാളും അല്ലെങ്കിൽ ഫുൾ സ്കോർ ചെയ്തവനെക്കാട്ടിലും ഉന്നതിയിലെത്താൻ നമുക്ക് സാധിക്കും.